ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവ നേർവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ വലിയവനായ ദൈവം തന്ന സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം വായിക്കുന്നു. കൊലോസ്യലേഖനം 4-ാമത്തെ 15-ാം വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം, നന്ദിയുള്ളവരായും ഇരിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യയിലെ വിശ്വാസികളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് നന്ദിയുള്ളവരായി ഇരിക്കുക. ഈ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നു. ജീവ നീർവ ആരംഭിച്ചിട്ട് ഒരു വർഷം തികഞ്ഞു. കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യമാണ് ജീവ നീർവയിൽ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഏതാണ്ട് 53 വീഡിയോ പ്രസിദ്ധീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. കൃപയാൽ ദൈവത്തിന് കരം ഈ ഒരു വർഷം മുഴുവൻ ഞങ്ങളുടെ കൂടിരുന്നു. അനേകരുടെ പ്രാർത്ഥനയും അധ്വാനവും ഇതിന് പിന്നിലുണ്ട്. ഞാൻ വായിച്ചതുപോലെ നന്ദിയുള്ളവരായി ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം പ്രതീക്ഷിക്കുന്നത് നന്ദിയുള്ളവരായി ഇരിക്കുക എന്നാണ്. ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവരായിരിക്കണം. ആ ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. വർഷങ്ങളായുള്ള പ്രാർത്ഥനയും ആഗ്രഹവുമാണ് ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നടത്തിയത്. സാധാരണ ഒരു മാസം അല്ലെങ്കിൽ ഒരിക്കൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു 5-6 വീഡിയോ ഒന്നിച്ച് റെക്കോർഡ് ചെയ്യും. തമിഴ്നാട്ടിലെ മാർത്താണ്ഡത്തിനടുത്തുള്ള പള്ളിയാടി ഗ്രാമത്തിനടുത്ത് ഒരു ഭവനത്തിൽ വെച്ചാണ് ഇത് റെക്കോർഡ് ചെയ്തിരുന്നത്. ചില പ്രത്യേക കാരണങ്ങളാൽ ഈ ഒരു വീഡിയോ സെൽഫോണിൽ എടുക്കേണ്ടി വന്നു. അതിൻ്റേതായ പോരായ്മ ഇതിനുണ്ട്. എങ്കിലും കുറവുകൾ ക്ഷമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇത് സാധ്യമായത് ചില സഹോദരന്മാരുടെ ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ പ്രയത്നം കൊണ്ടാണ്. വളരെ നാളുകൾ ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും പ്രാർത്ഥിച്ചുവെങ്കിലും പലപ്പോഴും ശ്രമിച്ചുവെങ്കിലും ഈ ഉദ്യമത്തിൽ നടക്കാതെ വന്നപ്പോൾ ഞാനും പ്രതീക്ഷ കൈവിട്ടു. പ്രത്യേകിച്ച് എനിക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇനി സാധ്യമല്ല എന്ന നിലയിൽ എത്തിച്ചേർന്നു. ഞാൻ മാനസികമായിട്ട് എത്തിച്ചേർന്നു. പക്ഷേ കർത്താവിനെ ആശ്വസിപ്പിച്ചു, ബലപ്പെടുത്തി, അവൻ്റെ ആലോചനകൾ തന്നു. ഇത്രത്തോളം ഒരു മാറ്റം വരുത്തി. സൗഖ്യവും വിടുതലും കർത്താവ് തന്നു. അവൻ്റെ ദയക്കായി സ്തോത്രം. ഇതിൽ എന്നെ സഹായിച്ച, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, ചില സഹോദരന്മാരുടെ കൂട്ടായ യത്നമാണ് ഈ സംരംഭം ഇത്രത്തോളം നടത്തപ്പെടുവാൻ കാരണമായത്. അധികം വ്യൂവേഴ്സ് എനിക്കില്ല എന്നറിയാം. അത് പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം ഉപദേശ വിഷയങ്ങളുമായുള്ള ബന്ധത്തിൽ ദൈവത്തിലെ ആധികാരിക കാര്യങ്ങൾ പറയുമ്പോൾ അധികം പേര് ഇത് ഇഷ്ടപ്പെടാറില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ദൈവം എനിക്ക് തന്ന വെളിപ്പാടുകൾ, ദൈവവചനത്തിലെ പ്രകാശനം, ആലോചന വ്യക്തമായി മറ്റുള്ളവരെ അറിയിക്കുക എന്നാണ് ഞാൻ ആമുഖമായി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ ഏതാണ്ട് 358 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അവരെ ഓർത്ത് അവർക്കായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. എൻ്റെ പ്രാർത്ഥനകളിൽ ഞാൻ ഓർക്കാറുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ചില സഹോദരന്മാരുടെ ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ സഹകരണമാണ് ഈ വീഡിയോ ഇങ്ങനെ ഇത്ര നാൾ പ്രവർത്തിക്കാൻ കാരണം. ഓരോ ആഴ്ചയും കൃത്യമായി ഞായറാഴ്ച വൈകിട്ട് 4 മണിയാകുമ്പോൾ നാട്ടിൽ നിന്ന് അത് അപ്ലോഡ് ചെയ്യാറാണ് പതിവ്. ഒരു വാക്കിൽ
അവരെയൊക്കെ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ റെക്കോർഡിംഗ് നടത്തിയത്, വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് വർഷങ്ങളുടെ പരിചയമുള്ള ഒരു സഹോദരനാണ്. ഞങ്ങൾ ബാബു എന്ന് വിളിക്കും. അദ്ദേഹത്തിൻ്റെ പേര് സെൽവരാജ് എന്നാണ്. വളരെ ആത്മാർത്ഥമായി, വളരെ നിസ്വാർത്ഥമായി, പ്രതിഫലേച്ഛ കൂടാതെ കഴിഞ്ഞ നാളുകൾ അദ്ദേഹം ഇത് ചെയ്തു. എന്നാൽ 53 വീഡിയോ അദ്ദേഹമാണ് എടുത്തത്. എന്നാൽ ഒരു ദുഃഖകരമായ സംഭവം കഴിഞ്ഞ നാളുകളുണ്ടായി. ജൂലൈ മാസം 12-ാം തീയതി വൈകിട്ട് താൻ ഒരു പ്രാർത്ഥനാ യോഗത്തിന് പോകുമ്പോൾ ഒരു വാഹനാപകടം ഉണ്ടാകുകയും ആശുപത്രിയിലാകുകയും ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ചു. എന്നാൽ 16-ാം തീയതി ആയപ്പോൾ താൻ ഇഹലോകവാസം വെടിഞ്ഞു. ഞങ്ങൾക്കെല്ലാവരും വലിയ ഷോക്കാണ്. കാരണം ജൂൺ മാസത്തിൽ റെക്കോർഡിംഗ് കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷമായി യാത്ര പറഞ്ഞു പിരിഞ്ഞതാണ്. പിന്നെ ഇദ്ദേഹത്തെ കാണുവാനിടയായില്ല. ആ പ്രിയപ്പെട്ട വിലപ്പെട്ട സേവനം നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. ഇന്നും ഇപ്പോഴും ആ നോവിൽ നിന്ന് ഞങ്ങളെല്ലാവരും മുക്തരായിട്ടില്ല. കർത്താവ് പ്രിയ സഹോദരന് കൊടുത്ത സമയം താൻ ചെയ്ത വേലയും തികച്ച് കർത്തൃസ്ഥാനിൽ പോയി. വളരെ പരമാർത്ഥിയായ, നേരുള്ള, ശാന്ത സ്വഭാവമുള്ള, വിശ്വസ്തനായ ഒരു സഹോദരനായിരുന്നു ബാബു. ഭാര്യയും വിവാഹിതരായ 2 മക്കളും അദ്ദേഹത്തിനുണ്ട്. ഏതാണ്ട് 55-ലധികം വയസ്സ് പ്രായമുണ്ടായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. പറഞ്ഞല്ലോ, വീഡിയോ എന്ന് പറയുമ്പോൾ ബാബു ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. മാത്രമല്ല, ബാബു വന്നാൽ എപ്പോൾ വിളിച്ചാലും സന്തോഷത്തോടെ വന്ന് സഹകരിക്കുമായിരുന്നു. ഒരു പ്രതിഫലേച്ഛയും കൂടാതെയാണ് തനി വേല ചെയ്തത്. പ്രിയ സഹോദരനെ, തൻ്റെ സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ആ കുടുംബത്തിനു വേണ്ടി പ്രേക്ഷകർ പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൽ ഞാൻ അപേക്ഷിക്കുന്നു. രണ്ടാമത്, എഡിറ്റ് ചെയ്യുന്ന അജിത്ത് എന്ന സഹോദരന് വേണ്ടി ഇങ്ങനെ സംരംഭം തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ അജിത്ത് എന്നോട് പറഞ്ഞു, പാസ്റ്റേ വീഡിയോ എടുത്തോ. ഞാൻ എഡിറ്റ് ചെയ്തില്ല. അവിടെയും പ്രതിഫലേച്ഛ കൂടാതെ, ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെയാണ് വാത്സല്യ സഹോദരൻ ഇത് ചെയ്യുന്നത്. നല്ലൊരു വിശ്വാസി. അജിത്തിനെ നന്ദിയോടെ ഓർക്കുന്നു. അജിത്തിന്റെ സേവനങ്ങൾക്ക് കർത്താവ് പ്രതിഫലം കൊടുക്കട്ടെ. ദൈവം അജിത്തെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം ഇത് അപ്ലോഡ് ചെയ്യുവാൻ എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ, ഇന്ന് അദ്ദേഹവും നിത്യതയിൽ വിശ്രമിക്കുന്നു, 2 പുത്രന്മാരെ കർത്താവ് ഉപയോഗിച്ചു. മൂത്ത മകൻ്റെ പേര് മനോഹ എന്നാണ്. തൻ്റെ ശാസ്ത്ര വിദ്യാഭ്യാസം കഴിഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നു. അവൻ്റെ ഇളയ സഹോദരൻ, 2ാമത്തെ ആള് മീഖായ എന്നാണ് പേര്. അവന് സെക്കുലർ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇന്ന് കമ്പ്യൂട്ടർ ഫീൽഡിൽ തന്നെ പ്രവർത്തിക്കുന്നു. സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ അവർ 2 പേരും, മിഹായാണ് അപ്ലോഡ് ചെയ്യുന്നു, കമ്പ്യൂട്ടറിലെല്ലാം അപ്ലോഡ് ചെയ്യുന്നു, കൃത്യസമയം പാലിച്ച് ചെയ്യുന്നു. കഴിഞ്ഞ 1 വർഷവും കൃപയാൽ അത് സാധിച്ചു. തുടർന്നും അവന് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ സഹോദരന്മാരെ, കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവരുടെ സേവനങ്ങളെ നന്ദിയോടെ ഓർക്കും. അതോടൊപ്പം ഇത് റെക്കോർഡ് ചെയ്ത ഭവനം പലരും ചോദിക്കാറുണ്ട്, ഏത് സ്റ്റുഡിയോയിൽ വെച്ചാണ് നിങ്ങൾ റെക്കോർഡിംഗ് നടത്തിയതെന്ന്. ഒരു വീട്ടിൽ തമിഴ്നാട് പോലീസിലെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറായ പാൽരാജ് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവൻ്റെ വീട്ടിൽ വെച്ചാണ്
ഇതിൻ്റെ റെക്കോർഡിംഗ് നടക്കുന്ന സൗകര്യപ്രദമായ ഒരു മുറി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹവും ഭാര്യ സെറിനും ഒരു സ്കൂൾ അധ്യാപികയാണ്. 2 മക്കൾ. വളരെ ആത്മാർത്ഥമായി ഞങ്ങൾ റെക്കോർഡിങ്ങിന് ചെല്ലുന്ന ദിവസം അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ സന്തോഷത്തോടെ നിറഞ്ഞ ഹൃദയത്തോടെ ഈ വേലയിൽ സഹകരിക്കുന്നു. പ്രിയ സഹോദരങ്ങളോർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരെക്കുറിച്ച് പറയാൻ എനിക്ക് 1000 നാവാണ്. വിശ്വസ്തയോടെ കർത്താവിനെ സേവിക്കുന്ന, കർത്താവിനായി നിലകൊള്ളുന്ന ഒരു ദൈവദാസൻ. പ്രിയ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരെ നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ എന്നെ ഈ ശുശ്രൂഷയ്ക്ക് മാനുഷിക നിലയിൽ ഏറ്റവും നിർബന്ധിച്ച ഒരാളുണ്ട്, പാസ്റ്റർ ബെന്നി ജോസഫ്. ഇപ്പോൾ എനിക്ക് രോഗം വന്നതിന് ശേഷം എൻ്റെ യാത്രകളിലൊക്കെ എന്നെ അനുഗമിക്കാറുണ്ട്. എവിടെ പോയാലും എൻ്റെ കൂടെ കാണും. പ്രിയ കർത്തദാസിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പല കാര്യങ്ങളും വിട്ടിട്ടാണ് എൻ്റെ കൂടെ വരുന്നത്. ഞാനത് നന്ദിയോടെ ഓർക്കുന്നു. ഇത്രയും പേരുടെ ആത്മാർത്ഥമായ ശ്രമമാണ് ഈ സംരംഭം എത്രത്തോളം മുന്നോട്ട് പോകാൻ ഇടയായത്. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ പ്രിയപ്പെട്ടവരെ ഓർക്കുകയും തുടർന്നും ഈ ശുശ്രൂഷ കർത്താവ് വരുവോളം, അല്ലെങ്കിൽ ദൈവം ഞങ്ങൾക്ക് ആയുസ് തരുവോളം തുടരുവാൻ, ചിലർക്കെങ്കിലും അല്ലെ ആയിരങ്ങൾക്ക് അനുഗ്രഹമായെന്ന് ഞാൻ പറയുന്നില്ല, ചിലർക്കെങ്കിലും ഇത് വളരെ അനുഗ്രഹമായി ഭവിക്കുന്നു. പലരും ഞാൻ കമൻസിനെല്ലാം മറുപടി കൊടുക്കാറില്ല, എന്നാൽ എല്ലാം ശ്രദ്ധിക്കുന്നു. പലർക്കും ഇത് അനുഗ്രഹമായി, മറ്റു പലർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നു എന്നൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവർ പറയാറുണ്ട്. അനേക പേര് പറയാനാണെങ്കിൽ ഇതിൽ അനേകരെ പറയേണ്ടി വരും. അതിന് ഞാൻ തുനിയുന്നില്ല. എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന, വാട്സപ്പിൽ ഇത് കാണുന്ന, യൂട്യൂബിൽ കാണുന്ന, മറ്റ് ഗ്രൂപ്പുകളിൽ കൂടെ എന്നെ കാണുന്ന എല്ലാവർക്കും കർത്താവ് ധാരാളമായ അനുഗ്രഹം ചൊരിയട്ടെ. ഞങ്ങളെ ഈ വീഡിയോ വീണ്ടും എടുക്കുവാൻ, അല്ലെങ്കിൽ ബാബു പോയതിനു ശേഷം, സെൽവരാജ് നിത്യതയിലേക്ക് പോയതിനു ശേഷം ഈ മാസം ഞങ്ങളെല്ലാവരും കൂടെ വീണ്ടും ശ്രമിച്ചു. പക്ഷേ അത് ആദ്യം എടുത്ത വീഡിയോ ഇങ്ങനെ ഈ നന്ദി പ്രകടനമായിരുന്നു. അത് ശരിയാകാതെ വന്നപ്പോൾ സെൽഫോണിൽ ഞാൻ എടുക്കാൻ ഇതിന് എൻ്റെതായ പോരായ്മയുണ്ട്. എങ്കിലും കർത്താവ് സഹായിക്കട്ടെ. ദൈവം ഈ വേലയെ, ഈ ശുശ്രൂഷയെ എത്രത്തോളം സഹായിച്ചല്ലോ. എനിക്ക് ഇതുമൂലം ധാരാളം സ്നേഹിതന്മാരെ ലഭിക്കാനിടയായി. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. മറ്റു രീതിയിലുള്ള പല ബന്ധങ്ങളും കർത്താവ് ഈ ശുശ്രൂഷ മൂലം തരികയുണ്ടായി. ലോകത്തിൻ്റെ പല ഭാഗത്ത് വരുന്ന എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് കാണുന്ന നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയെ കർത്താവിൽ ഞാൻ അറിയിക്കുന്നു. ഞാൻ എൻ്റെ വ്യൂവേഴ്സിനെ എല്ലാവരെയും ഓർത്ത്, സബ്സ്ക്രൈബേഴ്സിനെ എല്ലാവരെയും ഓർത്ത് ഒരു വാക്കെങ്കിലും ഒരു ദിവസം പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം സഹായിക്കട്ടെ. ഇനി തുറന്നുള്ള നാളുകളിലും കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യം അവൻ്റെ മൗത്വനായി നിർവഹിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. വായിച്ച വാക്യത്തേക്ക് ഞാൻ തിരിച്ചു വരാം. നന്ദിയുള്ളവരായിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നോട് സഹകരിച്ച വാക്കുകൾ കൊണ്ട് അതൊന്നും ആയില്ല. എന്നാലും എന്നോട് സഹകരിച്ച സഹോദരന്മാരോട് ഞാൻ നന്ദി പറഞ്ഞു. ഹൃദയംഗമായി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവരോട് നന്ദി പറഞ്ഞു. മാത്രമല്ല എല്ലാവരോടും നന്ദി പറഞ്ഞു. ഇതുപോലെ തന്നെ ഈ കൃഷ്ണാമ എന്തെങ്കിലും ഒരു കാര്യമോ മറ്റോ നടന്നാൽ, ഒരാളൊരു കാര്യം ചെയ്താൽ ഒക്കെ നാം പെട്ടെന്ന് താങ്ക്സ് ചെറുതിന് പോലും താങ്ക്സ് പറയാം. ദൈവജനത്തോട് പറയുന്നു, നന്ദിയുള്ളവരായിരിപ്പിൻ. നന്ദി പറയുകയും എന്നല്ല, നന്ദിയുള്ളവരായിരിപ്പിൻ. നമ്മുടെ ജീവിതത്തിൽ അതിപ്രധാനമായ ദൗത്യമാണ്, ഉത്തരവാദിത്വമാണ് ഓരോ വിശ്വാസിക്കുമുള്ളത്.
ഇങ്ങനെ കാണാം, ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും സേവ ചെയ്യുക. നന്ദിയുള്ളവരായി. ഞാന് എൻ്റെ കുഞ്ഞുപ്രായത്തിൽ എൻ്റെ അമ്മ സ്ഥിരം പറയുന്ന ഒരു വാചകം കേൾക്കുമായിരുന്നു. അതെൻ്റെ മനസ്സിൽ ആഴത്തിൽ പറഞ്ഞു. ഇപ്പോഴൊക്കെയാണ് വളർന്നതിന് ശേഷമാണ് അതിൻ്റെ വില മനസ്സിലായത്. ഒരു നന്ദി ചെയ്തവനെ ഉള്ളത്തിൽ ഓർക്കണം, പല നന്ദി ചെയ്തവന്റെ പാദം മണങ്ങണമെന്ന് നീതിസാരത്തിൽ നിന്ന് പഠിച്ചത് എൻ്റെ അമ്മ പറയുവാൻ മിക്കവാറും പറയും. ഒരു നന്ദി ചെയ്തവനെ, ഒരു ഉപകാരം ചെയ്തവനെ ഉള്ളത്തിൽ ഓർക്കണം, പലത് ചെയ്തവന്റെ പാദം മണങ്ങണം. ഇന്ന് ആത്മീയ രംഗത്ത് അഭിനയിക്കുന്ന, രംഗം കൊഴിപ്പിക്കുന്ന പലർക്കും അത് അജ്ഞാതമാണ്. നന്ദി എന്നുള്ള ഒരു വാക്ക് ദൈവത്തോടുമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ വാങ്ങേണ്ട തുണപ്പുറത്ത് പറയുമായിരിക്കും. ദൈവത്തോടുമില്ല, മനുഷ്യരോടുമില്ല. നന്ദിയുള്ളവരായി ക്രിസ്ത്യ ജീവിതത്തിൽ വളരെ പ്രധാനമാണ്. നന്ദിയുള്ളവരായിരിക്കും. കാരണം കർത്താവ് നമുക്ക് ചെയ്ത, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവപ്രവൃത്തികൾ വർണ്ണിക്കാനാവാത്ത നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു. ദൈവപുത്രന്റെ രക്തത്താൽ നമ്മുടെ പാപം കഴുകി. വിലമതിക്കാനാവാത്ത രക്ഷ നമുക്ക് തന്നു. ജീവിതത്തിൽ ആർക്കും തരാൻ കഴിയാത്ത പ്രത്യാശയും സമാധാനവും സന്തോഷവും ദൈവം നമുക്ക് തന്നു. ദൈവത്തിന്റെ ധനത്തിന് നമ്മെ അവകാശികളാക്കി, മക്കളും പ്രിയ മക്കളുമാക്കി. സ്വർഗത്തിലെ ദൈവത്തിലുള്ള സകലവും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി. അപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തു വേണം? ഞാൻ പറഞ്ഞല്ലോ, എബ്രായലേഖനം 12-28 വാക്യത്തിൽ നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് സേവ ചെയ്യുക. പിറുപിറുപ്പോടെയും സേവ ചെയ്യുക. നേട്ടത്തിനോ, ഭൗതിക നേട്ടത്തിനോ അല്ലെങ്കിൽ സ്വന്തം നേട്ടത്തിനോ സേവ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തതാണ് സേവനം എങ്ങനെയെന്ന്. അപ്പോൾ ദൃശ്യ സേവ ചെയ്യുക. എന്നാൽ നന്ദിയുള്ള ഹൃദയത്തോടെ, കടപ്പാടോടെ ദൈവത്തിന് സേവ ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നന്ദിയുള്ളവരായി. അപ്പോ നന്ദി പറയണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് കടപ്പാടായി, ആ ബോധമുള്ള വ്യക്തിക്ക് മാത്രമേ നന്ദി പറയാൻ ഒക്കുള്ളൂ. പലപ്പോഴും നാം ലോകത്തിൽ പലതും ആയെങ്കിലും അനേകരോട് നാം കടപ്പെട്ടവരാണ്. നമ്മെ വളർത്തിയ മാതാപിതാക്കളോട്, നമ്മെ പഠിപ്പിച്ച അധ്യാപകരോട്, നമുക്ക് മറ്റു രീതിയിൽ സഹായം ചെയ്ത മനുഷ്യരോട്, മറ്റു പലരോടും ഒരു കടപ്പാട്. ആ കടപ്പാടുണ്ടാകുമ്പോൾ, അല്ലാതെ നാം ഇങ്ങനെ സ്വയമായിട്ട് അങ്ങ് വലിയവരായതല്ല. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ജീവിതത്തിൽ അനേക മനുഷ്യരോട് എനിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. അത് ഞാൻ ഓർക്കും, ഞാൻ മറക്കാറില്ല. ഞാൻ ഓർക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് എനിക്ക് ഇന്നത് ചെയ്തു എന്ന് അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഞാൻ മടിക്കാറുമില്ല. ആ കൊലോസ്യരെ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ അവിടെയും ഇങ്ങനെ കാണാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും പുതിയുപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. നന്ദിയോടെ പാടിയും. അപ്പോ ദൈവസന്നിധിയിൽ ദൈവജനത്തിന് നന്ദിയോടെ പാടുന്ന, നന്ദിയോടെ ആരാധിക്കുന്ന ഒരു സ്വഭാവം ആവശ്യം. പലപ്പോഴും അനേക വിശ്വാസികൾക്ക്
ആ ഭാവമില്ല. സ്തോത്രം ചെയ്യും, ഒച്ചത്തി വേണേ സ്തോത്രം ചെയ്യും. മൈക്ക് കിട്ടിയാൽ അത് കുറെ കൂടെ സ്തോത്രം ചെയ്യും, വലിയ ഒച്ചപ്പാടുണ്ടാക്കും. പക്ഷേ നന്ദിയോടെയാണോ സ്തോത്രം ചെയ്യുന്നത്? അവന്റെ 103-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്ന് ഇന്ന് പലപ്പോഴും പെറുപ്പുകാരായി, ആവലാതിക്കാരായി, പരാതി പറയുന്നവരായി, നിരാശപ്പെടുന്നവരായി, ദുഃഖിക്കുന്നവരായി ദൈവം മാറിപ്പോകുന്നു. അതിന് കാരണം എന്താ? ഹൃദയത്തിൽ നന്ദിയോട് വ്യാപരിക്കുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ചുള്ള ഓർമ്മ നമുക്കില്ലാതെ വരുമ്പോൾ അത് സംഭവിക്കുന്നു. നന്ദിയുള്ളവരാണെങ്കിൽ നാം അത് പ്രകടിപ്പിക്കും. തീർച്ചയായിട്ടും ഒരു പാട്ടുണ്ടല്ലോ, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായി, എന്നെ തിരുത്തനാമോ അവൻ ചെയ്തത്. വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരാ. എന്താ വർണ്ണിക്കാൻ? നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇതുപോരാ. ഇതുപോലെ എത്ര പാട്ടുകൾ. ഓരോരുത്തരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ അവർ ആ നിലയിൽ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ ഒന്ന്, ഇത് കടപ്പാടിൽ നിന്നാണ്. നന്ദി ഉണ്ടാകണമെങ്കിൽ കടപ്പാടുണ്ടാകണം, ആ ബോധം ഉണ്ടാകണം. മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉള്ളത്, ഈ രൂത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. രൂത്ത് പറയുന്നുണ്ട്, ഞാൻ ബോസ് അവളെ ആദരവോടെ സ്വീകരിച്ച സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാൻ അന്യജാതിക്കാരിയായിരിക്കെ നിനക്ക് എന്നോട് കൃപ തോന്നിയല്ലോ. 2-ാം അധ്യായം 10-ാം വാക്യത്തിലുണ്ട്. അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയില്ലാത്ത ദൈവം തരുമ്പോൾ നമ്മോട് ദൈവം കൃപ കാണിച്ചെങ്കിൽ അനർഹമായ വ്യക്തിയുടെ മേൽ ചൊരിയുന്ന ദൈവത്തിന്റെ കണ്ണയ്ക്കാണല്ലോ കൃപയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മോട് ദൈവം കൃപ കാണിച്ചെങ്കിൽ നമുക്ക് അർഹതയില്ലാത്ത സ്ഥാനത്താണ് ദൈവം ചെയ്തത്. ദൈവത്തോട് എന്തുമാത്രം നന്ദിയുള്ളവരായിരിക്കണം. ആ ബന്ധത്തില് പാട്ടുകൾ പലതും ഓർക്കുന്നു. നന്ദി നിറഞ്ഞവരായി അവൻ ചെയ്തതാ നന്മകൾ ഓരോന്നായി ഓർത്തു നിരന്തരം. ആദ്യപിതാക്കന്മാർ ആരാധിച്ചപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദി നിറഞ്ഞവരായി. തീർച്ചയായിട്ടും ഞാൻ അർഹതയില്ലാത്തവരാണ്. ദാവീദ് രാജാവിന്റെ നോക്ക്. ദാവീദ് ദൈവത്തിന് നിയമപ്പെട്ടം കൊണ്ടുവന്നപ്പോൾ ആദ്യം വണ്ടിയെ കൊണ്ടുവന്നു, അത് ശിക്ഷയ്ക്ക് കാരണമായി. മൂസാ മരിച്ചു. 2-ാം പ്രാവശ്യം 2 ശമൂവേൽ 6 തന്നെയുണ്ട്. അവർ ദൈവത്തിന്റെ നിയമപ്പെട്ടം കൊണ്ടുവന്നപ്പോൾ അവർ തോളിൽ ചുമന്നാണ്, പഴയ വ്യവസ്ഥ പോലെ തോളിൽ ചുമന്ന് കൊണ്ടുവന്നപ്പോൾ ദാവീദ് കുതിച്ചു നൃത്തം ചെയ്തു. വേറൊരു കാര്യം കൂടെ ചെയ്തു. അവർ 6 ചുവട് നടന്നതിന് ശേഷം അത് ദൈവത്തിന് യാഗം കഴിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല അവന്റെ ഭാര്യ മീകൾ നിന്ദിച്ചപ്പോൾ അവളോടും ദാവീദ് പറഞ്ഞത്, എന്നെ ഇങ്ങനെ ഉയർത്തി എൻ്റെ ദൈവത്തിന് മുൻപിൽ ഞാൻ ഇതിലും അധികം ഹീനനായിരിക്കും. മറ്റു വാക്കിൽ പറഞ്ഞാൽ തൊഴിലെ ചാടി നൃത്തം ചെയ്ത് ആനന്ദിച്ച് വർണ്ണിക്കാനാവാത്ത സന്തോഷത്തോടെ ഞാൻ അയോഗ്യന അപാത്രമാണെന്നുള്ള ബോധം ജീവിതത്തിലുണ്ടെങ്കിൽ, കടപ്പാട് മാത്രമല്ല അപാത്രമാണെന്നുള്ള ബോധം ജീവിതത്തിലുണ്ടെങ്കിൽ നാം തീർച്ചയായിട്ടും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. നന്ദി ദാവീദ് പറയുന്നത്, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. ഇന്നത്തെ ആളുകളുടെ പുസ്തകത്തിൽ നിന്ന് അത് മാറ്റപ്പെട്ടതുപോലെ തോന്നി. കാരണം ഒത്തൊരു വമ്പും പ്രതാപവും ഭാവവും, അയ്യോ എന്തൊക്കെ പ്രകടനങ്ങൾ, അവരുടെ ദിവ്യ എന്തൊക്കെ അവർ തികച്ചും അർഹരാണ്.
എന്നുള്ള രീതിയിലല്ലേ ഇന്ന് ആത്മീയ മണ്ഡലത്തിൽ പലരും പെരുമാറുന്നത്. അവരുടെ കയ്യിൽ എന്തോ അങ്ങ് സ്റ്റോക്ക് ഇരിക്കുക എന്നുള്ള രീതിയിലല്ലേ. എന്നാ ഞാനൊന്നുമില്ല, ഞാൻ ഏതുമില്ല, ഞാൻ ആരുമല്ല എന്ന ബോധത്തോടെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ദൈവസ്ഥലം നന്ദിയുള്ളവനായിരിക്കും. റൂത്ത് പറഞ്ഞ പോലെ തൻ്റെ നന്ദി പ്രകടിപ്പിച്ച പോലെ നാമുമായിരിക്കും. മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നാം നന്ദിയുള്ളവരാണെങ്കിൽ വേറൊരു കാര്യം കൂടെ നമുക്കുണ്ടായിരിക്കും. നാം സ്നേഹിക്കും, ആത്മാർത്ഥമായി സ്നേഹിക്കും. നമ്മെ സഹായിച്ചവരോട്, നമ്മെ വളർത്തിയവരോട്, നമ്മെ താങ്ങിയവരോട് നന്ദിയുള്ളവരാണെങ്കിൽ അവത് പ്രകടിപ്പിക്കും. ആ സ്നേഹം കാണും. ചിലപ്പോ നായയുടെ സ്നേഹത്തെ കുറിച്ച് വല്ലതും പറയാറില്ലേ? അതിനെ വളർത്തിയ ആളുകളുടെ മുൻപിൽ വാലാട്ടി നിൽക്കുന്ന, അതുപോലെ നിൽക്കണ്ട, എന്നാലും ദൈവം മുമ്പിൽ തീർച്ചയായിട്ടും വിനയപ്പെടും. ദൈവത്തെ സ്നേഹിക്കും. ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ച് ഓർമ്മയുള്ള വ്യക്തിയാണെങ്കിൽ അവർ ദൈവത്തെ തീർച്ചയായിട്ടും സ്നേഹിക്കും. ഒരിക്കലും ദൈവസന്നിധിയെ ആഗ്രഹിക്കുന്നല്ലാതെ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന, വെറുക്കുന്ന, തുച്ഛീകരിക്കുന്ന അനുഭവം അവരിൽ ഉണ്ടാകത്തില്ല. ഈ എലിയാവ് ചെന്നവന്റെ മേൽ പുതപ്പിട്ടപ്പോൾ ഞാൻ ചെന്ന് എൻ്റെ അപ്പനെയും അമ്മയും ചുംബിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ സമയത്ത് എലിയാവ് ഒരു കാര്യം മാത്രം പറഞ്ഞു: ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് ഓർക്ക. അപ്പോ ഈ ചെയ്തത് ഓർത്താൽ, എലിയാവ് ഒന്നും ചെയ്തില്ല, അവന്റെ പുതപ്പ് മാത്രമേ ഇട്ടതേ ഉള്ളൂ. പക്ഷേ അറിയാവുന്നവർക്കറിയാം അതെന്താ പ്രധാനമെന്ന്. ചെയ്തത് ഓർത്താൽ, അതിന്റെ വിലയോർത്താൽ, അതിന്റെ പ്രാധാന്യം ഓർത്താൽ ആ വ്യക്തിയെ സ്നേഹിക്കും. എന്നൊന്ന് പറയട്ടെ, ദൈവസ്നേഹത്തിൽ നാം വസിക്കുന്നുവെങ്കിൽ, നന്ദി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൽ വസിക്കും. ഇല്ലാത്ത വ്യക്തിക്ക് ദൈവസ്നേഹത്തിൽ വസിക്കാൻ കഴിയത്തില്ല, ദൈവസ്നേഹം അനുഭവിക്കാൻ കഴിയത്തില്ല. ദൈവം സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് അനുഭവിക്കാൻ കഴിയത്തില്ല. മാത്രമല്ല, നന്ദി നമുക്കുണ്ടെങ്കിൽ, നാം നന്ദിയുള്ളവരെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തും. ദൈവത്തോട് നമുക്ക് നന്ദി നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. കാരണം ഒരു 10 കുഷ്ഠരോഗികളുടെ കാര്യം സുവിശേഷങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. അവരെ കർത്താവിനെ ദൂരെ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിനെ വിളിച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിക്കേ. പോകുന്ന വഴിക്ക് തന്നെ 10 പേരും ശുദ്ധരായി. അവരിൽ 9 പേരും അവരുടെ വഴിക്ക് പോയി. ഒരു ശമര്യക്കാരനോ ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിന്റെ അടുക്കൽ മടങ്ങി വന്ന അവന് നന്ദി പറഞ്ഞ് അവനെ നമസ്കരിച്ചോ, അവന്റെ കാൽക്കൽ വീണു. നോക്കണം, അവനൊരു ശമര്യക്കാരനായിരുന്നു. അവന് ഔചിത്യബോധം ഉണ്ടായിരുന്നു. ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. പുറത്തു പറയാനൊരു മടിയുമില്ല. യഥാർത്ഥമായ ദൈവസ്നേഹം അനുഭവിച്ച വ്യക്തി, ദൈവത്തിൽ നിന്ന് നന്മ അനുഭവിച്ച വ്യക്തി തന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും, തന്നെ ഉയർത്തുകയില്ല. ഇന്ന് കാണുന്നതോ ആത്മപ്രശംസ, സ്വയപ്പുകഴ്ച. അയ്യോ, എന്തൊക്കെയാ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അവരുടെ വേദികളിൽ സ്വയം പൊങ്ങുന്ന കണ്ടാൽ എത്ര ലജ്ജാകരമാണെന്ന്. എന്നാൽ തന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തും. ആര്? ഹൃദയത്തിൽ നന്ദിയുള്ളവൻ. അപ്പോൾ കൊളോസിലെ വിശ്വാസികളോട് നന്ദിയുള്ളവരായിരിപ്പീൻ എന്ന് പറയുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവ മഹത്വം മാത്രം വെളിപ്പെടും. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന എല്ലാ രംഗത്തും മാത്രമല്ല, അവിടെ ശരിയായ ആരാധനയുണ്ട്. റോമാലേഖനം 1-21 വാക്യത്തിൽ അത് വിശ്വാസികളെ കുറിച്ചല്ല പറയുന്നത്, എനിക്കറിയാം. പുരാതന ലോകത്തെ കുറിച്ചാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും
അവനെ ദൈവം നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അവരെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവസന്നിധിയിൽ നന്ദികേട് കാണിക്കുമ്പോൾ ഹൃദയം ഇരുണ്ടുപോകുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം ദൈവത്തോട് നന്ദിയുള്ളവരോ? പാട്ടുണ്ടായിരിക്കും, പ്രാർത്ഥനയുണ്ടായിരിക്കും, സാക്ഷി പറയുന്നുണ്ടായിരിക്കും. പക്ഷേ വാസ്തവമായി ഇതെല്ലാം ആ കടപ്പാടിൽ നിന്ന്, ദൈവം നമുക്ക് എന്ത് ചെയ്തു എന്ന ബോധ്യത്തിൽ നിന്ന്, നമ്മുടെ മേൽ ചൊരിഞ്ഞ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്ന് വരുന്നു എങ്കിൽ നാം കർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കും. കർത്താവിനെ നമ്മുടെ ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തും. മാത്രമല്ല, നാം ആത്മാർത്ഥമായി ആരാധിക്കും. അപ്പോൾ നന്ദിയുള്ള ഹൃദയത്തിൽ കടപ്പാട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന ബോധമുണ്ട്. നന്ദിയുള്ള ഹൃദയത്തിൽ ഞാൻ അയോഗ്യൻ, അപാത്രമാണ്, ഞാനിതിന് യോഗ്യനല്ല എന്ന ബോധമുണ്ട്. നന്ദിയുള്ള ഹൃദയത്തിൽ ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുന്ന അനുഭവം. അവർ ആത്മാർത്ഥമായി സ്നേഹിക്കും. നന്ദിയുള്ള ഹൃദയത്തിൽ കർത്താവിനെ ആത്മാർത്ഥമായി മഹത്വപ്പെടുത്തും. നന്ദിയുള്ള ഹൃദയത്തിൽ ശരിയായ ആരാധന വെളിപ്പെടും. അപ്പോൾ നന്ദിയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ ഇതാ സംഭവിക്കും. ദൈവം ഓർത്ത്, ദൈവത്തിന്റെ മഹത്വം ഓർത്ത്, ദൈവത്തിന്റെ സ്ഥാനമോർത്ത് അവനെ മഹത്വപ്പെടുത്തും, അവനെ ഉയർത്തും, തിരുനാമത്തെ ആരാധിക്കും, ദൈവം ഭയപ്പെടും. ദൈവത്തിന് വിരുദ്ധമായ ഒരു കാര്യത്തിലും ഇടപെടത്തില്ല. എബ്രായത്തിൽ നാം 10:27 വായിച്ച പോലെ നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമ്പോൾ, അപ്പോൾ ദൈവത്തിന് പ്രസാദം വരുന്ന രീതിയിൽ സേവ ചെയ്യണമെങ്കിൽ നാം നന്ദിയുള്ളവരായിരിക്കണം. ഹൃദയത്തിൽ ദൈവത്തോട് നന്ദിയുള്ള, കർത്താവിനോട് നന്ദിയുള്ള വ്യക്തിക്ക് മാത്രമേ അവന് പ്രസാദകരമായ രീതിയിൽ സേവ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഈ പ്രത്യേക സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ജീവനിർവ 1 വർഷം പൂർത്തിയാക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്കും പറയാനുള്ളത് മാത്രം: ദൈവകൃപ, ദൈവത്തിന് ദൈവം ആയുസ് തന്നു, ദൈവം ആളുകളെ ഒരുക്കി, ദൈവം എല്ലാം ചെയ്തു അവൻ്റെ നാമമഹത്വത്തിന്. ഓരോ കാര്യത്തിൽ പോലും, ചെറിയ കാര്യത്തിൽ പോലും സ്വയം വീഴുവാനില്ല, തിരുനാമം മാത്രം മഹത്വപ്പെടും. പൗലോസ് പറയുന്നത് എന്താണ്? ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ജീവനാകലാട്ടെ മരണത്താലാട്ടെ മഹത്വപ്പെടണം. അത് മാത്രമേ അവനുള്ളൂ. എൻ്റെ കാട്ടിയമുടി, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അണുവിലും, അല്ലെങ്കിൽ ഓരോ കോശവും കൊണ്ട് എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തണം. എൻ്റെ ദൈവത്തിന് മഹത്വമായിരിക്കണം, ദൈവനാമം ഉയർത്തപ്പെടണം. അപ്പോൾ യോഹന്നാൻ പറഞ്ഞ നാമം പറയും. അവനോ വളരണം, ഞാനോ കുറയണം. ദൈവമായ കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. 1 വർഷം പൂർത്തിയാക്കിയ സന്ദർഭത്തിൽ എല്ലാവരോടും, ഇത് സഹകരിച്ച എല്ലാവരോടും, സബ്സ്ക്രൈബേഴ്സായ എല്ലാവരോടും, ഇത് കാണികളും കേൾവിക്കാരുമായ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട്, ദൈവേക്ഷത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദിയുള്ളവരായിരിപ്പീൻ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദികേട് വരരുത്, ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന ഒന്നും വരരുത്. നന്ദിയുള്ളവരായി നമുക്ക് സേവ ചെയ്യാം. നന്ദിയുള്ളവരായി ഹൃദയത്തിൽ കർത്താവിനെ പാടി ആരാധിക്കാം. നമ്മുടെ നന്ദി നമ്മുടെ ജീവിതത്തിൽ കൂടെ വെളിപ്പെടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗപിതാവേ, നല്ല സ്നേഹിതനായ സ്തോത്രം. അതാ ഞങ്ങളുടെ ജീവിതത്തിൽ 1 വർഷം ഈ ശുശ്രൂഷയിൽ 1 വർഷം പൂർത്തിയാക്കുവാൻ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം. സഹകരിച്ച സകലരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സഹപ്രവർത്തകരെ തൃക്കരങ്ങൾ തരുന്നു. എല്ലാവരോടും അനുഗ്രഹിക്കുകയും പ്രതിഫലം കൊടുക്കുകയും ചെയ്യണമേ. അതാ നന്ദിയുള്ളവരായിരിക്കും എന്നുള്ള വാക്യം ചിന്തിപ്പാൻ അവിടെ നിലയാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ദൈവത്തോട് കടപ്പാടുള്ളവരായി, ദൈവസ്ഥലം ഞങ്ങൾ ഏതുമില്ല എന്നുള്ള ബോധത്തോടെ കർത്താവെ അങ്ങേ സ്നേഹിച്ച്, അങ്ങേ മഹത്വപ്പെടുത്തി, അങ്ങേ ആരാധിച്ച് ജീവിതം ധന്യമാക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഏവരോടും കർത്താവ് സംസാരിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.
ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.